കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി പുറത്തു പോയി ഒരു ലഞ്ച് കഴിച്ചു കേട്ടാ. എന്നും നമ്മുടെ കൈ വെച്ചുണ്ടാക്കുന്ന ഫുഡല്ലേ നമ്മൾ കഴിക്കണേ. അപ്പോൾ ഇടയ്ക്കൊരു ചേഞ്ച് ആവാമല്ലോ. മിക്കവാറും ഫാമിലിയൊക്കെ ആയിട്ടാണ് നമ്മൾ പോകാറ് ഇതുപോലെ ഫുഡ് കഴിക്കാനൊക്കെ. പക്ഷേ ഇത്തവണ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ലേഡീസ് മാത്രം പോയിട്ട് ഒരു ലഞ്ച്, അത് എം ജി റോഡിൽ ബ്രിഗേഡ് റോഡ് കഴിഞ്ഞിട്ടുള്ള ഒരു റോഡിലായിരുന്നു. അത് നമ്പർ 10 ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന ഒരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇത് ഞങ്ങൾ ഇൻസ്റ്റയിൽ കണ്ടിട്ടാട്ടോ പോയത്. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഡിഷസൊക്കെ ആണെങ്കിലോ സൂപ്പർ ഡ്യൂപ്പർ, ഒന്നും പറയാനില്ല. പല വെറൈറ്റി ഫിഷ് ഡിഷസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര ലാവിഷായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ. കുറേശ്ശെ ഓർഡർ ചെയ്തു, ഓരോ ഐറ്റംസ് അങ്ങനെ. അതായത് 2 പൊറോട്ട, കുറച്ച് ചോറ്, ഫിഷ് കറി, പിന്നെ ഇലയിൽ പൊള്ളിച്ച പോംഫ്രെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ആവോലി. അത് സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. ഗ്രേവിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരു മുള്ളു മാത്രമേ ഞങ്ങൾ ബാക്കി വെച്ചോളൂ. ആ ഗ്രേവിയൊക്കെ വടിച്ച് കഴിച്ചായിരുന്നു ഞങ്ങൾ, അത്ര ടേസ്റ്റായിരുന്നു. പിന്നെ പൊറോട്ടയ്ക്കാണെങ്കിലോ ഞങ്ങൾ കാന്താരി ചിക്കൻ കറിയാണ് കേട്ടോ ട്രൈ ചെയ്തത്. അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളതും നല്ലോണം കഴിച്ചു, നല്ല രുചിയായിരുന്നു. പിന്നെ 2 അപ്പം ഓർഡർ ചെയ്തു കേട്ടോ. പൊറോട്ട കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഗ്രേവി കുറച്ച് ബാക്കിയുണ്ട്, അപ്പോൾ അത് കളയണ്ടെന്ന് വിചാരിച്ച് 2 അപ്പവും കൂടി ഓർഡർ ചെയ്തു. അപ്പത്തിനും ആ കോമ്പിനേഷൻ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ റെഡ് റൈസിന് ഞങ്ങൾ ആലപ്പി ഫിഷ് കറി എന്ന് പറഞ്ഞിട്ട് അതും സൂപ്പറായിരുന്നു കേട്ടോ. ഇതൊന്നും കൂടാഞ്ഞിട്ട് ഇതാ പിക്കിളും നല്ലോണം ടേസ്റ്റ് ചെയ്യുക കേട്ടോ. നല്ല അടിപൊളി പിക്കിളും ആയിരുന്നു. എല്ലാവരും തന്നെ പ്ലേറ്റ് വടിച്ച് കഴിച്ചു, അത്രയും രുചിയായിരുന്നു. ഞങ്ങൾ പറയുമായിരുന്നു ഇത്രയും ടേസ്റ്റുള്ള ഫിഷ് കറി പുറത്തുനിന്ന് ഇതുവരെയും കഴിച്ചിട്ടില്ല എന്ന്. നല്ല അടിപൊളിയായിരുന്നു. പ്ലേറ്റൊക്കെ കണ്ടോ വടിച്ചു. ഇതാ മീനിൻ്റെ പോംഫ്രെറ്റ് ഫ്രൈൻ്റെ അവസ്ഥ കണ്ടോ, മുള്ളു മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ലേഡീസ് പ്ലാൻ ചെയ്ത് പുറത്ത് പോയി കഴിക്കണം കേട്ടോ. നമുക്കും നമ്മുടേതായ ഒരു സ്പേസ് വേണ്ടേ ലൈഫിൽ. ഫാമിലിയുടെ എല്ലാ തിരക്കുകളും ഒക്കെ ഇടയ്ക്കൊന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്യുക എല്ലാവരും. കുറച്ച് ഫ്രണ്ട്സൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2 അവർ ഒരു 3 അവർ നമുക്ക് വേണ്ടി മാറ്റി വെക്കാൻ ട്രൈ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. ദാ പോകുന്ന വഴിക്ക് ക്ഷീണം കൊണ്ട് ഞാൻ ഉറക്കം പിടിച്ചു.